മല്ലിയില വീണ മീൻ കറി. അതെ, മല്ലിയില ഇട്ടിട്ട് ഞാനൊരു മീൻ കറി ഇവിടെ ഉണ്ടാക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും ഇന്നേവരെ മല്ലിയില ഇട്ടിട്ട് മീൻ കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ വന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഈ തമ്മിൽ കണ്ടതുപോലെ തന്നെ ഞാൻ മീൻ കറിയിൽ മല്ലിയില ചേർക്കുകയാണ്. പക്ഷേ നമ്മൾ എപ്പോഴും മീൻ കറി ഒരുപോലെ വെക്കുന്നവരാണ്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ വെച്ചതാണ്. ഞാൻ ഇടയ്ക്ക് വെക്കാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ അതിന് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടി നല്ലോണം വഴറ്റി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് മുളക് പൊടി, എടുത്തതിനേക്കാൾ കുറച്ചും കൂടി മുളക് പൊടിയുടെ അളവിനേക്കാൾ ഒരു ഇത്തിരി മല്ലിപ്പൊടി, ഇടുന്നുള്ള മഞ്ഞൾപ്പൊടി, വേണമെങ്കിൽ ഫിഷ് മസാലയും കൂടി ചേർക്കാം. എന്നിട്ട് എല്ലാം നല്ലോണം പൊടികളൊക്കെ മൂത്തതിന് ശേഷം ഞാൻ മിക്സിയിലിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി വെള്ളം ചേർത്ത് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ സെയിം ചട്ടി തന്നെ തിരിച്ചൊഴിക്കുകയാണ് ചെയ്തത്. ഇതിനകത്തേക്ക് നമുക്ക് പുളി ചേർക്കണമല്ലോ മീൻ കറിയിൽ. അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം ഒന്നുകിൽ വാളൻപുളി അല്ലെങ്കിൽ കുടംപുളി എന്ത് വേണേൽ ചേർക്കാം. ഞാനിവിടെ വാളൻപുളിയാണ് ചേർത്തത്. അപ്പോൾ വാളൻപുളി ഞാനിതിനകത്ത് കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒഴിച്ച് കൊടുത്ത് നല്ലോണം മൂടി വെച്ച് കറി തിളപ്പിക്കുകയാണ്. ഈ സമയത്തൊക്കെ വരുന്ന സ്മെല്ല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് വെച്ചവരുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റിലൂടെ വന്ന് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. എപ്പോഴെങ്കിലും മല്ലിയില മീൻ കറി ഇട്ട് കഴിച്ചവരുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് പറയാൻ മറക്കരുത്. ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച് മീൻ ഞാൻ അതിനകത്ത് ചേർക്കുകയാണ് ചെയ്യുന്നത്. മീൻ നല്ലോണം ഇട്ടതിന് ശേഷം അധികം ഇളക്കണ്ട, മീൻ പൊടിയും. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം. അപ്പോൾ വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി കുറച്ചുകൂടി മിനുക്ക് പണികളുണ്ട്. നല്ലോണം വെന്ത് വരുന്ന സമയത്ത് ഒരു നുള്ളു കായപ്പൊടി ചേർക്കാം കേട്ടോ. വളരെ കുറച്ച് കായപ്പൊടി ചേർത്താൽ മതി. അത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചേർത്താൽ മതി. ശേഷം നമുക്ക് കടുകും കറിവേപ്പിലയും ഉലുവയും കൂടി ചേർത്ത് കറി താളിക്കാം. അപ്പം നമ്മുടെ കറി റെഡിയായിട്ട് പിന്നെയാണ് ഞാൻ പറഞ്ഞ സാധനം നമ്മൾ ഇടുന്നത്. എന്താണ്, നമ്മുടെ മല്ലിയില അല്പം, കറിയുടെ അളവിനനുസരിച്ച് ഒരു അല്പം മല്ലിയില പിച്ചി അതിനകത്ത് ഇടുക. എന്നിട്ട് കറി മൂടി വെച്ചിട്ട് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ കഴിക്കാൻ പോകുന്ന സമയത്ത് എടുത്ത് കഴിച്ച് നോക്കുക. ഉപ്പിടാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്തവരുണ്ടെങ്കിൽ പറയുക. ചെയ്യാൻ പോയെന്നവർ ചെയ്ത് കഴിഞ്ഞിട്ട് കമൻറ്റ് അറിയിക്കാൻ മറക്കരുത്.